വിട്ടുമാറാ രോഗമായ സെറിബ്രൽ പാൾസിയും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത സ്വപ്നവും. ലോക സിനിമയിൽ തന്നെ സെറിബ്രൽ പാൾസി എന്ന രോഗത്തെ മറികടന്നുകൊണ്ട് സിനിമയെടുത്ത മറ്റാരെങ്കിലും ഉണ്ടോന്ന് തോന്നുന്നില്ല. അതിനൊരൊറ്റ പേര്, അത് രാകേഷ് കൃഷ്ണയാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല, സംവിധായകൻ രാകേഷ് കൃഷ്ണ. ജന്മനാ ശരീരത്ത് ബാധിച്ച ഈ രോഗത്തെ പടപൊരുതി കൊണ്ടാണ് രാകേഷ് തന്റെ ആദ്യ സിനിമയായ കളമ 24 സംവിധാനം ചെയ്തത്. ഈ ഒരു രോഗം പ്രധാന വെല്ലുവിളിയാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മെയിൻ പ്രശ്നമായിരുന്നു. രാകേഷിന്റെ ഇന്റർവ്യൂകൾ ചിലപ്പോൾ നമ്മളിൽ കുറച്ചുപേരെങ്കിലും കണ്ടു കാണും. ആ ഒരു ചെറുപ്പക്കാരൻ പിന്നിട്ട സഹന വഴികൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും കാണുന്നവർക്ക് അത് കണ്ണു നിറയ്ക്കുന്ന വാക്കുകളാണ്. 12ാം ക്ലാസ് പഠിക്കുന്ന സമയത്തിൽ സത്യജിത് റോയ് ഡയറക്ട് ചെയ്ത പാതേർ പാഞ്ചാലി കണ്ടിരുന്നു. ആ സിനിമയെ ജീവിതത്തിൽ ഇൻസ്പയർഡ് ആക്കിക്കൊണ്ട് സ്വപ്നം നേടിയെടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു രാകേഷ്. ഭക്ഷണം കഴിക്കുവാൻ പോലും പൈസ ഇല്ലാതിരുന്നു. സാഹചര്യം രാകേഷിനെ ഷർട്ടൂരി ഭിക്ഷയെടുക്കാൻ തക്കവിധം എത്തിച്ചു. എന്നിട്ടും ഒട്ടും ഇടറാതെ തന്റെ സ്വപ്നത്തിലേക്കുള്ള പാതയിലായിരുന്നു. ഇതാ ഇപ്പോൾ ആ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു. ഈ ഒരു കൊച്ചു സിനിമ ആകെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും അടുത്തുള്ള തിയേറ്ററുകളിൽ ചെന്ന് തന്നെ കാണണം. ഇത് സംവിധായകൻ രാകേഷ് കൃഷ്ണയുടെ സിനിമ എന്നതിലുപരി രാകേഷിന്റെ ജീവിതകഥയുടെ വിജയമാണ്.